എഡ്യൂക്കേഷൻ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാനുള്ള പറ്റുന്ന കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണും കൂടി എല്ലാവരും എനേബിൾ ചെയ്ത് വെക്കണം. ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. എങ്കിലാണ് ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ റെഡിയാക്കുന്നത് ഒരു മാജിക് പേസ്റ്റാണ് കേട്ടോ. നമുക്കതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കോൾഗേറ്റാണ്. പിന്നെ ഞാൻ ഇതുപോലൊരു ബൗളിലേക്ക് കുറച്ച് കോൾഗേറ്റ് മതി. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങൾ എന്തുമാത്രമാണോ അതിനനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി എടുക്കാം കേട്ടോ. നിലവിളക്കൊക്കെ തേക്കാനാണെങ്കിൽ കുറച്ച് കൂടുതൽ വേണ്ടി വരുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് എടുത്താൽ മതിയാകും. ഇനി എടുത്തിരിക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, നമുക്ക് നമ്മളുടെ പാത്രങ്ങൾക്ക് അനുസരിച്ച് എടുക്കാൻ പറ്റും. കണ്ടോ, ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കണം. ഈ ഒരളവിൽ മതി. നമ്മളുടെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസാകാൻ ആവശ്യമായിട്ടുള്ള വിനാഗിരി മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇത്രയേ എടുത്തിട്ടുള്ളൂ, കുറച്ച് മതി. ഇനി നമുക്ക് ഈ വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ പേസ്റ്റ് ഇവിടെ റെഡിയാണ്. നല്ല ഇഫക്റ്റീവാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളുടെ പഴയ കളറ് മങ്ങിയ പാത്രങ്ങൾ, അതുപോലെയുള്ള നമ്മളുടെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ നമുക്കിങ്ങനെ ക്ലിയർ ചെയ്യാം കേട്ടോ. സ്റ്റീലിൻ്റെ പാത്രത്തിലാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ ബ്രാസ് പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, കോപ്പർ, എല്ലാത്തിലും പറ്റും കേട്ടോ. നല്ല കളറ് വരും. ഇന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. എൻ്റെ അടുത്തുള്ളത് ഇടിയപ്പ പാത്രമാണ് കേട്ടോ. അപ്പോൾ ഇടിയപ്പ പാത്രം ഞാൻ കാണിച്ചു തരാം. ക്ലാവൊക്കെ പിടിച്ച് കുറച്ച് കളറൊക്കെ മങ്ങി, നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമുക്കറിയാൻ പറ്റും, അതിൻ്റെ ഒരു കളറൊക്കെ അങ്ങ് മാറിയിരിക്കും. അപ്പോൾ ഇതുപോലെ പൊടിയൊക്കെ പിടിച്ച് ഒരുമാതിരിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ല കളറിലാക്കി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ തുടച്ച് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം എടുത്ത് വെച്ചാൽ ആ കളറ് നന്നായിട്ട് നമ്മൾ മേടിച്ച പോലെ ഇരിക്കും കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിച്ച ആ കളറ് തന്നെ നമുക്ക് കിട്ടും. നന്നായിട്ട് ക്ലാവൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം വെക്കണം കേട്ടോ. ഈ പേസ്റ്റ് ഇങ്ങനെ തേച്ച് വെച്ചിട്ട് ഇതിൽ അത്രയും മാത്രം ക്ലാവൊന്നുമില്ല, അതുകൊണ്ട് ഞാനിത് വേഗം തന്നെ കഴുകുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും. ആ ക്ലാവ് കൂടുതലാണെങ്കിൽ നിങ്ങൾ ഒരു അരമണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം വീണ്ടും നന്നായിട്ട് കഴുകി 2-3 തവണ ഇങ്ങനെ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ നല്ല കളറി വരും. അതുപോലെ തന്നെ നിലവിളക്കൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ട് നമുക്കിതിങ്ങനെ നന്നായിട്ട് തിളക്കം വേണ്ടത്. ഇടിയപ്പ പാത്രം ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ, എൻ്റെ അടുത്ത് നിലവിളക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടിയപ്പ പാത്രത്തിൽ കാണിച്ചത്. കണ്ടോ, ഇപ്പോൾ തേക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നല്ലൊരു കളറ് വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ കണ്ടോ, ഞാൻ പാത്രം ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. നല്ല കളറ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേറെ ഒരു കെമിക്കൽ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്കിങ്ങനെ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാവേ. അടുത്ത ടിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ സൂക്ഷിക്കാനുള്ളൊരു കാര്യമാണ്. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒരുപാട് കാലം കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ആട്ടി എടുത്തു കൊണ്ടുവന്നതിന് ശേഷം നന്നായിട്ടൊന്ന് വെയിൽ കൊള്ളിക്കുക. നമുക്ക് ഏത് വലിയ പാത്രങ്ങളിലൊക്കെയാണല്ലോ ഒഴിച്ചു വയ്ക്കുന്നത്, അപ്പോൾ ആ പാത്രങ്ങളിലെടുത്ത് വെയിൽ കൊള്ളിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കുകയാണെങ്കിൽ ദീർഘകാലം കേടുകൂടാതിരിക്കും കേട്ടോ. നന്നായിട്ട് വെയിൽ കൊള്ളിച്ച് അതിൻ്റെ ആ എണ്ണയിലുള്ള കുറച്ച് ഈർപ്പമൊക്കെ നന്നായിട്ട് പോകാനായിട്ടാണ് ഈ വെയിൽ കൊള്ളിക്കുന്നത്. അപ്പം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് വെയിൽ കൊള്ളിച്ചതിന് ശേഷം ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ചെയ്തതിന് ശേഷം എടുത്തു വെക്കുകയാണെങ്കിൽ നല്ല ദീർഘകാലം നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ നല്ല പ്യുവറായിട്ട് പരിശുദ്ധമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഞാൻ ഈ വെളിച്ചെണ്ണ വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കാൻ വളരെയധികം എഫക്റ്റീവാണ്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട്, വർഷങ്ങളോളം കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ വെളിച്ചെണ്ണ ഒഴിച്ചു വയ്ക്കുന്ന ഏതാണ് പാത്രം, ഇപ്പോൾ സ്റ്റീലിൻ്റെ പാത്രമായിരിക്കും. ഒരുപാട് വെളിച്ചെണ്ണ ഒരു 6 ലിറ്റർ 7 ലിറ്റർ 10 ലിറ്ററൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റീലിൻ്റെ പാത്രങ്ങളിലായിരിക്കും അടച്ചു വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ അടച്ചു വെക്കുന്ന ആ പാത്രത്തിൽ ഒരു ചെറിയ കഷ്ണം കുടംപുളി, നമ്മുടെ വീടുകളിലുള്ളൊരു കുടംപുളി ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് നാൾ കേടുകൂടാതിരിക്കും വെളിച്ചെണ്ണ. അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കുറച്ച് കുരുമുളക്.
കുറച്ച് കുരുമുളക് ചതച്ചതിന് ശേഷം നമ്മളുടെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് വയ്ക്കുക. അപ്പോഴും നമ്മുടെ വെളിച്ചെണ്ണ കേടുകൂടാതിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ കനച്ച് പോകാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടിപ്പാണ് ഉപ്പുകല്ലിട്ട് വയ്ക്കുക എന്നുള്ളത്. ഒരു ടേബിൾ സ്പൂണോളം ഉപ്പുകല്ല്, ഒരു 2 ലിറ്റർ 3 ലിറ്റർ വെളിച്ചെണ്ണയ്ക്കൊക്കെ 1 ടേബിൾ സ്പൂണോളം ഉപ്പുകല്ല് മതിയാകും. ഒരുപാട് നാൾ വർഷങ്ങളോളം സൂക്ഷിച്ച് വെക്കാം നമുക്ക് അങ്ങനെ ആകുമ്പോൾ എണ്ണ. വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കൈ അതിൽ തൊടാനേ പാടില്ല കേട്ടോ. നമ്മളുടെ കൈ അതിൽ തൊടുവാണെങ്കിൽ അത് കനച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ നമുക്ക് ഉണങ്ങിയ ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ കുപ്പിയിൽ നിന്ന് നേരിട്ട് നമ്മളുടെ കൈകളിലേക്കോ അല്ലെങ്കിൽ കറികളിലേക്കൊക്കെ ചേർക്കാം. നമ്മളുടെ കൈ അതിൽ തൊടാനേ പാടില്ല. അങ്ങനെ ആകുമ്പോഴും വേഗത്തിൽ എണ്ണ കനച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ല എഫക്റ്റീവായിട്ടുള്ള ടിപ്പാണ്. പിന്നെ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോയാലോ. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് പേര് എന്നോട് കമൻറ്റിലൂടെ ചോദിച്ചൊരു കാര്യമാണ്. നമ്മളുടെ പാത്രങ്ങളിലൊക്കെ അടിവശത്ത് ഇതുപോലെ ഒരു കറയും കരവലും ഒക്കെ പിടിച്ചു പോകാറുണ്ട്. അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്യാനുള്ള ഒരു ടിപ്പ് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു നല്ലൊരു റെമഡിയാണിത്. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ നോക്കാം. ഞാനിവിടെ നമ്മളുടെ ആ ഒരു പാത്രം മുങ്ങാനായിട്ട് ആവശ്യമുള്ളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഒത്തിരി പൈസയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് കടകളിലൊക്കെ ഒരുപാട് രൂപയൊന്നും ഇല്ലാത്തൊരു സാധനമാണ്. എല്ലാവർക്കും വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. എല്ലാ കടകളിലും തന്നെ അവൈലബിളുമാണ്. അപ്പോൾ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. വലിയ പാത്രമാണെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വലിയ പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിവിടെ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ. ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി ഞാനിവിടെ ആ ഒരു ബേക്കിംഗ് സോഡയ്ക്ക് ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് ഒരു 4-5 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വിനാഗിരിയും നമുക്ക് എല്ലാവർക്കും വീടുകളിലുള്ള സാധനം തന്നെയാണ്. അപ്പോൾ നല്ലൊരു ഇഫക്റ്റീവാണ് കേട്ടോ. പല കാര്യങ്ങൾക്കും നമുക്ക് വിനാഗിരി യൂസ് ചെയ്യാം. അപ്പോൾ വിനാഗിരിയും കൂടെ ഞാൻ ഈ ബേക്കിംഗ് സോഡയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മളുടെ പാത്രം മുങ്ങാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ വലിയ ചെരുവങ്ങളോ അങ്ങനെ വീട്ടിലുള്ള വലിയ പാത്രങ്ങൾ വേണം എടുക്കാനായിട്ട്. അതിൽ വലിയ പാത്രത്തിൽ കാണിച്ചാൽ ക്ലിയർ ആവത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിമ്മിൻ്റെ ഓയിലോ പ്രില്ലോ ഏതെങ്കിലും സോപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വളരെ കുറച്ച് എമൗണ്ട് മതി കേട്ടോ. ഒത്തിരി ഒഴിച്ച് കൊടുക്കരുത്. ചെറിയൊരു എമൗണ്ടിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ വെള്ളമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോയിൽ ചെയ്യാനായിട്ട് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. എത്ര ഇളകാത്ത കറിയും നല്ല ക്ലിയർ ആക്കി തരും കേട്ടോ. നമ്മളുടെ പാത്രമൊക്കെ നല്ല മിന്നി തിളങ്ങും. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് തിളപ്പിക്കാം. നമ്മളുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചീനിച്ചട്ടി, എൻ്റെ ഈ ചീനിച്ചട്ടിയാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. പഴയൊരു ചീനിച്ചട്ടി കണ്ട അടിഭാഗമൊക്കെ നന്നായിട്ട് കറയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് ഒരു 5-10 മിനിറ്റ് ഇരുന്ന് നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേനും അതിൻ്റെ കറയൊക്കെ നന്നായിട്ട് ഇളകിപ്പോയിക്കോളും. അപ്പോൾ നമ്മുടെ വീടുകളിലുള്ള പാത്രങ്ങൾ കുക്ക് ചെയ്യുന്നവർക്കറിയാം ഇങ്ങനെയൊക്കെ പറ്റാറുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല എളുപ്പത്തിൽ നമുക്ക് ഈ രീതിയിലൂടെ ക്ലിയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് ബോയിലായി വരുമ്പോഴത്തേനും അതിൻ്റെ കറയൊക്കെ വേഗം ഇളക്കിയെടുക്കുക കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ സോപ്പ് ഓയിൽ ഒഴിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തിളച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വലിയ പാത്രം എന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ നമുക്കിത് നമ്മളുടെ ചീനിച്ചട്ടി മാത്രമല്ല, കുക്കറിൻ്റെ അടിവശങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ കടായി, എന്ത് വേണമെങ്കിലും നമുക്കിങ്ങനെ ക്ലിയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. നന്നായിട്ട് യൂസ്ഫുള്ളാകും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് വൃത്തിയാക്കി എടുക്കാം. ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല നല്ല വീഡിയോകളും നല്ല നല്ല കാഴ്ചകളും നല്ല നല്ല കുക്കിംഗ് വീഡിയോകളും ഒക്കെ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.